കൊല്ലം കരീപ്ര ചൊവ്വള്ളൂരിൽ ഗൃഹനാഥന്റെ മടങ്ങിവരവിനായി കുടുംബം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം പിന്നിടുന്നു. ഡൽഹിയിൽ നിന്ന് കേരള എക്സ്പ്രസിൽ ലീവിന് നാട്ടിലേക്ക് തിരിച്ച ജയനെയാണ് കാണാതെയായത്. മുഖ്യമന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ ഡിസംബർ 22-നാണ് ജയൻ ഡൽഹിയിൽ നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ യാത്ര തിരിക്കുന്നത്. ഈ വിവരം ഭാര്യ യമുനയെ വിളിച്ചറിയിച്ചു. രാത്രി 11:23-ന് ഡൽഹിക്ക് സമീപമുള്ള മധുര സ്റ്റേഷനിലെത്തി എന്ന വിവരവും കൈമാറി. പിന്നീട് ഇതുവരെ ഒരു വിവരവുമില്ല. ഡിസംബർ 24-ന് രാത്രി 11 മണി വരെ ഫോൺ ഓണായിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫ് ആയി. കേരള എക്സ്പ്രസ് കൊല്ലത്തെത്തിയപ്പോൾ കുടുംബം അന്വേഷിച്ചെത്തിയെങ്കിലും ജയനെ കണ്ടില്ല. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചുവേളിയിൽ നിന്നും ജയന്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ കവർ ലഭിച്ചു. അല്ലാതെ ഒരു നമ്പറിന്റെ കോഡ് വരുമ്പോഴല്ല ചിലപ്പോൾ എവിടെന്നെങ്കിലും പുള്ളിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്നത്. പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ കഴിയുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ആരായാലും ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഒന്ന് മാറ്റാം. ഒന്നും വേണ്ട, ഇവിടെ ഒന്ന് വന്നാൽ മതി, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി. എനിക്ക് പറയാൻ എനിക്ക് വയ്യ കിടന്ന് ഇങ്ങനെ 15 വർഷത്തിലേറെയായി ഡൽഹി എയർപോർട്ടിലെ സ്വകാര്യ ഫയർ സർവീസ് ജീവനക്കാരനായി ജയൻ ജോലി ചെയ്യുകയായിരുന്നു. ചാലക്കുടിയിലെത്തിയപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. എഴുകോൺ മുൻ SI ആയിരുന്ന അസീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്നും കേരളം വരെ എക്സ്പ്രസ് ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. റെയിൽവേ പോലീസ് അന്വേഷണം നടത്തുന്നതായാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. മുഖ്യമന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 8